നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ കൊച്ചിയിൽ നടന്ന പരിപാടിയിലാണ് സംഭവമുണ്ടായത്. രമേശ് നാരായണന് അവാർഡ് നൽകാനായി എത്തിയത് ആസിഫ് അലി ആയിരുന്നു. പുരസ്കാരം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചുവാങ്ങി ജയരാജന് നൽകി. ജയരാജന്റെ കയ്യിൽ നിന്നാണ് രമേശ് നാരായണൻ ഒടുവിൽ പുരസ്കാരം സ്വീകരിച്ചത്. പരസ്യമായി സദസ്സിൽ ആസിഫ് അലിക്ക് ഏൽക്കേണ്ടി വന്ന അപമാനം സോഷ്യൽ മീഡിയയിൽ നിലവിൽ അങ്ങനെ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട അങ്ങനെ അധികം ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടനാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. ആസിഫ് അലിയും രമേശ് നാരായണനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ആദ്യമേ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാവേ. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടൻ എന്നതിനപ്പുറം ആസിഫ് അലി എന്നൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സങ്കടം തോന്നും. സങ്കടം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു വിഷമം തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേന്. ഇത് കണ്ടതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഒരാൾ ഒരു കാര്യം സമ്മാനിക്കാനായിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് ഇതുപോലൊരു വേദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ള സമയത്തായിക്കോട്ടെ, നമ്മുടെ മുന്നിലേക്ക് ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാനുള്ള മാന്യതയെങ്കിലും നമ്മൾ കാണിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആസിഫ് അലി എന്ന വ്യക്തിനെ വെറും എന്താ പറയുക, ഒന്നും പറയാൻ അതിന് വാക്കുകളില്ല. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാനുള്ള മാന്യത പോലും ഈ പറയുന്ന ഈ മഹത് വ്യക്തി കാണിച്ചിട്ടില്ല. ഈ ഒരു വീഡിയോ എല്ലാവരുടെ അടുത്തും സംസാര വിഷയമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ന്യൂസ് ചാനലിലുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളെല്ലാം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ, ആർക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റ് മനസ്സിലാക്കേണ്ടത് താങ്കളാണ്. താങ്കൾക്ക് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആസിഫ് അലിയോട് മാപ്പ് പറയുന്നു എന്ന് പറയുന്നതിന് പകരം താങ്കൾ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റ് തോന്നുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു. പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു ഒത്തുപോകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതിലുള്ള ഓരോ ഇത് ആൻഡോളജി ആണല്ലോ. ഈ ആൻഡോളജിയിൽ എല്ലാവരുടെയും പിന്നെ ക്രൂസിനെ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും, അപ്പോൾ അതിൽ ജയരാജിയുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട്. അതിൽ മ്യൂസിക് കമ്പോസറിൻ്റെ പേര് വിളിക്കുന്നുണ്ട്. എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജയരാജ് വിളിച്ചപ്പോൾ എൻ്റെ പേര് മിസ്സായിപ്പോയി. അതെങ്ങനെ മിസ്സായി എന്നറിയില്ല, മിസ്സായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്ക് ഒന്ന് ഫീൽ ആകുമല്ലോ. എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു. അപ്പോൾ ഞാനും കയറണ്ടല്ലേ എന്നൊരു ചിന്ത അവിടെ വന്നു. ഓക്കെ, ലീവ് ഇറ്റ്. ഇങ്ങനെ നമ്മൾ എത്രയോ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, പോട്ടെ, സാരമില്ലെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് വരണം, ഇന്ന് രാവിലെ വർക്കുണ്ട്, ട്രിവാൻഡ്രത്തേക്ക് എത്തണ്ട. അപ്പം ഞാൻ അശ്വതി എടുത്ത് പറഞ്ഞു, ഞാൻ പോകട്ടെ. അപ്പോൾ ഒരു കാര്യമുണ്ട്, തമാശ രൂപത്തിൽ പറഞ്ഞു, ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാനും കൂടെ വർക്ക് ചെയ്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ സാറിനെ വിളിച്ചില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയതാണെന്ന് തോന്നുന്നു. സാരമില്ല, പോട്ടെ, സാരമില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലല്ല സാറിന് മൊമെൻറ്റോ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആസിഫ് അലി അവിടുന്ന് വിളിക്കുന്നു. അപ്പോഴേക്കും ചില ആൾക്കാർ, ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ സ്റ്റേജിലല്ല. സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നതിൽ കാണാൻ പറ്റും. ഇത് നിറച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലി എനിക്ക് മൊമെൻറ്റോ തരുന്നു. മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഡയറക്ടറും കൂടെ നിൽക്കുന്നത് നല്ലതല്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയർ ആയി. അവിടെ തന്നിട്ട് ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ. അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് അലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളെത്രയോ അവാർഡ് വാങ്ങിച്ചതാണ്, അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ. ഇതാണ് സംഭവിച്ചവിടെ. അപ്പോൾ ആസിഫ് അലിക്ക് തോന്നി, അല്ലെങ്കിൽ ആസിഫ് അലി കണ്ടു നിൽക്കുന്ന രീതി തോന്നുന്നത് ഞാൻ ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ്. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. ഐ ആം സോ സോറി. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി സോറി. അങ്ങനെ തോന്നാൻ പാടില്ല ഒരിക്കലും. ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നതാണ്,
എല്ലാ കലാകാരന്മാരും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടല്ലോ, ആസിഫ് അലി വരുന്നതോ അല്ലെങ്കിൽ ആസിഫ് അലി വന്ന് ഇത് തരാനായിട്ട് വരുന്നതോ ഒന്നും അല്ല പുള്ളിയുടെ പ്രശ്നം. ഈ ഒരു റിപ്പോർട്ടേഴ്സിന്റെ മുന്നിൽ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ഞാൻ ഇന്ന ആളുകളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തയാളാണ്, എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുക, ഞാനൊരു വലിയ സംഭവമാണെന്ന് മറ്റുള്ളവരുടെ മുന്നിലേക്ക് പുള്ളി ആദ്യം തന്നെ എത്തിക്കുന്നുണ്ട്. ആ ഒരു ഈഗോ സത്യം പറഞ്ഞാൽ ശരിക്കും പുള്ളീനെ ബഹുമാനിച്ചിട്ടില്ല. ആ ഒരു പ്രോഗ്രാം ഇത് MTയുടെ 9 പാർട്ട്, അതായത് 9 സംവിധായകരുടെ കീഴിൽ 9 പാർട്ടായിട്ട് ചിത്രീകരിച്ച ഒരു സീരീസിന്റെ അതിന്റെ ഒരു പ്രകാശന ചടങ്ങും പരിപാടിയൊക്കെയാണ് ഈ നടന്നത്. അപ്പൊ ഇതിനകത്ത് ജയരാജ് സംവിധാനം ചെയ്യുന്ന ആ ഒരു പാട്ടിന് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന ആളാണ് ഈ പറയുന്ന രമേശ് നാരായണൻ. ഈ പ്രോഗ്രാമിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് വിളിച്ചില്ല, മറ്റുള്ള എല്ലാ ക്രൂസിനെയും വിളിക്കുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചില്ല. അപ്പൊ നോർമലായിട്ട് പുള്ളിക്കൊരു സങ്കടം, വിഷമം വരുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തിരുന്ന ആള്, എനിക്കൊന്ന് അതിന് നിർമ്മാതാവായിട്ടുള്ള ആളുടെ കാര്യമാണോ പറഞ്ഞത് എനിക്കറിയില്ല, എനിക്ക് ആളെ മനസ്സിലായി. അപ്പൊ ആ സ്ത്രീയോട് പറഞ്ഞു, ഞാനും ഇതിനകത്തുണ്ടായിരുന്നതാണ് എന്ന തമാശ രീതിയിൽ, എന്നാൽ എൻ്റെ വിഷമം ഞാൻ അറിയിക്കുന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഈഗോ, ആ ഒരു ദേഷ്യം എല്ലാം മനസ്സിൽ നിൽക്കുന്ന സമയത്താണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ പരിപാടിയുടെ അവതാരക വിളിച്ചു പറയുന്നത് 2 തവണ പറയുന്നുണ്ട്, സന്തോഷ് നാരായണൻ എന്നാണ് 2 തവണ വിളിച്ചു പറയുന്നത്. അതിനുശേഷം മൊമെന്റോ കൊടുക്കുന്ന ആ ടൈമിലാണ് പറയുന്നത് രമേശ് നാരായണൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് വേറെ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ പുള്ളി ഉണ്ടാക്കിയത്, അത് കേട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും താങ്കൾ ഈ പറയുന്നത് പോലെ താങ്കൾക്ക് ആ ഒരു ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ താങ്കളുടെ പേര് വിളിച്ചില്ല എന്നുള്ള ഒരു വിഷമത്തിലിരിക്കുകയാണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ, ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ആസിഫ് അലിയെ പോലെ ഒരാളെ വിളിച്ച് ഇത് കൊടുക്കാനായിട്ട് പുള്ളി തയ്യാറായി വളരെ ചിരിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് അദ്ദേഹത്തിനോട് പറയുക, ജയരാജിനെയും കൂടെ നമുക്കിന്ന് ഈ വേദിയിലേക്ക് വിളിക്കണം എന്ന ഒരു സാമാന്യ മര്യാദയില്ലാതെ അദ്ദേഹത്തോട് പെരുമാറിയ നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ ഭാഗത്തെ ന്യായീകരിക്കാൻ നോക്കിയാലും ഇതിൽ ആസിഫ് അലി എന്ന ഒരു മനുഷ്യൻ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു സിംപ്ലിസിറ്റി ആണ് ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടതും ഈ പറയുന്ന ഇത്രയും സപ്പോർട്ട് ആസിഫ് അലിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഇനിയും ചാനൽ ചർച്ചയുടെ മുന്നിൽ വന്നിരുന്നിട്ട് നിങ്ങൾ വലിയൊരു സംഭവമാണ്, പക്ഷെ നിങ്ങളെ അവർ മറന്നതുകൊണ്ട് നിങ്ങൾ ആസിഫ് അലിയുടെ മുന്നിൽ ഈ കാണിച്ച ഷോയാണ് എന്നുള്ള ഒരു വർത്തമാനമുള്ള അത് വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അതിന്റെ സംഘാടകരുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ജയരാജന്റെ ആ ഒരു ക്രൂവിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ് അദ്ദേഹത്തെ വിളിക്കാതിരുന്നത്. നിങ്ങൾ ഇതിൽ ഏറ്റവും മാന്യമായ രീതിയിൽ അവരോട് അവതരിപ്പിക്കുകയും നിങ്ങൾക്ക് മൊമെന്റോ തരാനായിട്ട് അവരെ തയ്യാറാകുകയും ചെയ്തതാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന ആസിഫ് അലി എന്നൊരു വ്യക്തിയെ നിങ്ങൾ ശരിക്കും അപമാനിക്കുക തന്നെയാണ് ചെയ്തത്. അതിന് ഈ ഒരു പറഞ്ഞ മാപ്പ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയെങ്കിൽ ഞാൻ മാപ്പ് പറയാം എന്നുള്ളതല്ല, തെറ്റ് സ്വയം മനസ്സിലാക്കണം. അതിന് നിങ്ങൾ എത്രത്തോളം വളർന്നു, നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തു, നിങ്ങൾ എത്ര നല്ല ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ പ്രായത്തിന്റെ പക്വത കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു.